ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ജീവിതം എന്നത് 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ഇടയിലാണ്. ബി എന്ന അക്ഷരവും ഡി എന്ന അക്ഷരത്തിനും ഇടയിൽ. ബി എന്ന അക്ഷരം ബ്രത്ത് എന്നതിനെ സൂചിപ്പിക്കുമ്പോൾ ഡി എന്ന അക്ഷരം ഡെത്ത്, മരണത്തെ സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജനനവും മരണവും അവൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അവൻ്റെ നിയന്ത്രണത്തിലുള്ളത് ബിക്കും ഡിക്കും ഇടയിലുള്ള സി എന്ന് പറയുന്ന നമ്മുടെ ചോയ്സ്, തീരുമാനങ്ങളാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തെ ആത്മീയമായും ഭൗതികമായും സുന്ദരമാക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. ഇത് തന്നെയാണ് ഏലിയ മൂശ ശ്ലീഹാകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചത്തെ 4 വായനകളിലൂടെ തിരുസഭ മാതാവ് വചനവിചിന്തനത്തിനായിട്ട് നമുക്ക് തരുന്നത്. 1ാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്നാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ശത്രുക്കളെ ദൈവകൃപയാൽ കീഴടക്കിക്കൊണ്ട് ഹോർമലയിൽ നിന്നും ചെങ്കടലിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്രാമധ്യേ ജനം ക്ഷമയില്ലാത്തവരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുക്കുന്നു. ദൈവം നൽകുന്ന അപ്പവും വെള്ളവും വിലകെട്ടവയായി ആ ജനം കണക്കാക്കുന്നു. അങ്ങനെ അവരുടെ ഇടയിലേക്ക് സർപ്പങ്ങൾ വരികയും അവയുടെ ദംശനമേറ്റ് അനേകർ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുന്ന ഇസ്രായേൽ സമൂഹം കർത്താവിലേക്ക് തിരിയാമെന്ന് തീരുമാനമെടുത്തപ്പോൾ അവർ രക്ഷ പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നു. 2ാം വായന സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നാണ്. രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജനത്തിന് ദൈവം രക്ഷയുടെ വാഗ്ദാനം തിരിച്ചു നൽകുകയാണ്. എന്തുകൊണ്ടാണ് ആ ജനത്തിന് രക്ഷ നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ, മുൻ അധ്യായങ്ങളിൽ അവരുടെ തിന്മകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ ജനത തങ്ങളുടെ തിന്മയിൽ നിന്ന് പിന്മാറാം എന്ന് തീരുമാനിച്ചപ്പോൾ ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്നത്തെ 3ാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. നാളിതുവരെ തങ്ങളുടെ രക്ഷയുടെ മാർഗം പരിച്ഛേദന കർമ്മമാണെന്ന തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഗലാത്യയിലെ മക്കളോട് പൗലോസ് ശ്ലീഹ പറയുന്നു, പരിച്ഛേദനമല്ല, കുരിശാണ് നമ്മുടെ രക്ഷയെന്ന്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ കുരിശുകൾ? കർത്താവ് കുരിശിലേറുന്നതുവരെ കുരിശ് ഒരു അവഹേളനത്തിൻ്റെയും വേദനയുടെയും മരണത്തിൻ്റെയും അടയാളമായിരുന്നു. എന്നാൽ കുരിശ് ഇന്ന് നമുക്ക് രക്ഷയുടെ അടയാളമാണ്. ക്രൈസ്തവന്റെ പടവാളാണ്, സ്നേഹത്തിൻ്റെ പതാകയാണ്, ഭാവി മഹത്വത്തിൻ്റെ അച്ചാരമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ആദ്യം കുരിശടയാള പ്രാർത്ഥന പഠിപ്പിച്ചത്. പ്രഭാതത്തിൻ്റെ ആദ്യകർമ്മമായി കുരിശ് വരച്ചുകൊണ്ട് കണ്ണു തുറന്ന് പുതിയ ദിവസത്തെ വരവേൽക്കുന്നതും, സുഖനിദ്രയ്ക്ക് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് കിടക്കുന്നതും, നവജാത ശിശുവിൻ്റെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരച്ച സഭാജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മുതൽ ജീവിതത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിലെ അവസാന ആശീർവാദം വരെ കുരിശിൻ്റെ കൃപ ക്രൈസ്തവ ജീവിതത്തെ കാത്തു സംരക്ഷിക്കുന്നു. ആയതിനാൽ നമ്മുടെ വേദനകളും അവഹേളനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമായിട്ട് നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നാം നമ്മുടെ രക്ഷയുടെ മാർഗം വെടിപ്പാക്കുന്നു. ശിക്ഷയുടെയും പരിഹാസത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര തിരിക്കുന്ന മിശിഹ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു സത്യമുണ്ട്. കുരിശ് ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് നമ്മുടെ രക്ഷയുടെ ആരംഭമാണ്. ആയതിനാൽ പ്രിയരെ, തീരുമാനം നമ്മുടേതാണ്. കുരിശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കണോ
വേണ്ടയോ എന്ന്. പ്രിയരെ, ആത്മീയമായും ഭൗതികമായും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നന്മയുള്ളവരായി സഭയിലും സമൂഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.